ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാതെ പോയ ഒരു വാർത്തയുണ്ട്. ശബരിമല വിമാനത്താവളത്തിൻ്റെ അനുമതി വീണ്ടും പ്രതിസന്ധിയിലായി. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? വലിയ പ്രയാസമാണ് അത്. ഞാൻ ഇപ്പോൾ ഒരു ഓർഡറേ ആയിട്ടുള്ളത് കേരള ഹൈക്കോടതിയിൽ ഏകദേശം 29 പേജുള്ള ഓർഡർ. ഇതാണ് ഇതിനെപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് ഒരു ഓർഡർ ഉള്ളത്, ജഡ്ജ്മെൻറ്റും അല്ല. സംഭവിച്ചത് ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കം അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള എരുമേലി വില്ലേജിലുള്ള, ഇത് മണിമല എരുമേലി 2 വില്ലേജുകളിലായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് പ്ലസ് വേറെ കുറച്ച് പേരുടെ സ്ഥലം കൂടെ ചേർത്തിട്ട് ആണ് ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്തിട്ട് സർക്കാർ സാമൂഹിക ആഘാത പഠനത്തിന് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നവർ 441 പേരുണ്ട്. അത് 443 ഇതിന് പുറത്തുള്ളവരാണ്, ചെറുവള്ളിക്ക് പുറത്തുള്ള. 1000 ഹെക്ടർ ഭൂമിയോളം അവരൊന്നും കേസിന് വന്നിട്ടില്ല. അയന ചാരിറ്റബിൾ സൊസൈറ്റി ഇവർ വന്നിരിക്കുന്നത് അയന ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അവരാണ് ദീർഘകാലമായിട്ട് കേസ് നടത്തുന്നത്. ഈ അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പഴയ പേര് ഗോസ്പൽ ഫോർ ഏഷ്യ എന്നാണ്, നമ്മുടെ യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ച്. ഇത് എവിടെയോ വെച്ച് അവർ അയന ചാരിറ്റബിൾ ട്രസ്റ്റാക്കി മാറ്റി. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് സിനി പുന്നൂസ് എന്ന അവരുടെ മാനേജിങ് ട്രസ്റ്റിയാണ് ഇപ്പോൾ കേസ് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ശബരിമല പ്രക്ഷോഭം നടക്കുമ്പോൾ അതിന് സമാന്തരമായി ഉയർന്നു വന്ന വലിയൊരു വാദമായിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ, യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ സർക്കാരിൻ്റെ KP യോഹന്നാൻ്റെ ഒരു താല്പര്യമുണ്ട്. അവിടെ ഒരു പിൽഗ്രിം തീർത്ഥാടനത്തിനപ്പുറത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസായി ശബരിമലയെ മാറ്റുക, എന്നിട്ട് അവിടെ വിമാനത്താവളം കൊണ്ടുവരിക, അനധികൃതമായി യോഹന്നാൻ കൈവശം വച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഇതിനുവേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ യോഹന്നാൻ്റെ ഒരു വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടി യുവതീ പ്രവേശം സർക്കാർ യോഹന്നാനും കൂടെയുള്ള ഒരു നെക്സസിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു അലിഗേഷനൊക്കെ പണ്ടുണ്ടായിരുന്നു. അത് ഈ യുവതീ പ്രവേശനക്കാരുടെ ഓവർ ആങ്സൈറ്റി ഉണ്ടല്ലോ. യുവതീ പ്രവേശനക്കാർ വാദിച്ച് ശബരിമല, പമ്പ, നിലയ്ക്കൽ, എരുമേലി, ളാഹ, പ്ലാപ്പള്ളി ഈ ഭാഗത്തുള്ള 10നും 50നും ഇടയ്ക്കുള്ള സകല സ്ത്രീകളെയും വിഷം കൊടുത്തോ വെടിവെച്ചോ കൊന്നുകളയണം എന്ന് വരെയുള്ള ആർഗ്യുമെൻ്റ് അവരെത്തിക്കഴിഞ്ഞു. അത്രയ്ക്കാണ് അവരുടെ പാരനോയി. ഈ താവളം ആറന്മുളയിൽ വന്നു. അന്ന് എന്തായിരുന്നു പ്രശ്നം? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ എന്നാ വേണ്ടപ്പ എന്ന് പറഞ്ഞിട്ട് സമരം നയിച്ചത്. അതേ കുമ്മനമാണല്ലോ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് നിങ്ങളിവിടെ എയർപോർട്ട് നടത്തിക്കുമെന്ന് പറഞ്ഞു. ചെറുവള്ളി, ളാഹ 2 സ്ഥലത്ത് എയർപോർട്ട് അന്ന് ഓൾട്ടർനേറ്റ് പ്ലേസ് കാണിച്ചു കൊടുത്തത് കുമ്മനം തന്നെയാണ്. ഭൂമിയുടെ കാര്യം വേറെ, ഈ സ്പോട്ടിൻ്റെ ഈ ശബരിമല സ്ത്രീ പ്രവേശനമാണ് ഞാൻ പറയുന്നത്. ഇത് കുമ്മനം തന്നെ കാണിച്ചു കൊടുത്ത സ്ഥലമാണ്. അതിൻ്റെ ലീഗൽ പ്രോബ്ലംസ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ളാഹ വരെ പോയി അത് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ എല്ലാം വിമാനത്താവളത്തിന് സ്ഥലമുണ്ട്, പിന്നെ നിങ്ങൾ ആറന്മുള തന്നെ വേണമെന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം, നമ്മളുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ആൾക്കാർ വിമാനം കയറുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ തിരുവനന്തപുരത്തേക്ക് ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിയിൽ വരണം. എത്ര ദൂരം അവർ വരണം? അവിടെ നിന്നാണ് ഏറ്റവും അധികം ആൾക്കാർ യൂറോപ്പിലുള്ളത്. അപ്പോൾ ഗൾഫിലെ ആൾക്കാരായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ വിമാനത്താവളം 4 എണ്ണം അവിടെ പണിഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടുകില്ല, സുനിലടക്കം മിണ്ടുകില്ല. കാരണം അത് കമ്മ്യൂണിറ്റി വേറെയാണ്. ഇവർ മര്യാദക്കാരായതുകൊണ്ട് ഇവരെ ദ്രോഹിക്കുന്നതിനൊരു കയ്യും കണക്കും വേണ്ടേ? അവർക്ക് വരാനും പോകാനും ഒരു എയർപോർട്ട് വേണ്ടേ? എന്താ അതുകൊണ്ട് ദോഷം? ഇല്ലാത്ത തടസ്സം മുഴുവൻ ഉണ്ടാക്കുക. എന്നിട്ട് ശരി, ഈ 2 സ്പോട്ട് കാണിച്ചു കൊടുത്തു, ആറന്മുള ക്യാൻസൽ ചെയ്തു. ആറന്മുള ക്യാൻസൽ ചെയ്തത് ഈ പ്രകാശ് ജാവ്ദേക്കറാണ്. ഐ നോ ദ ഫാക്ട്സ് ബിഹൈൻഡ് ദാറ്റ്. അതിനകത്ത് വലിയ മെറിറ്റൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ദെൻ കേരളത്തിൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. അവിടെ വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ക്ഷേത്രത്തിൻ്റെ ഈ അതൊക്കെ വെറുതെ അതൊന്നും ഇതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളൊന്നുമല്ല. ബട്ട് ദെൻ ഇഫ് പീപ്പിൾ ഡോണ്ട് വാണ്ട്, മോദി സർക്കാരിൻ്റെ ഒരു അക്സെപ്റ്റഡ് പോളിസി, അത് മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ അദ്ദേഹം ചെയ്യുന്നതാണ്. ഒരു 20% അതിൽ കൂടുതലോ ആൾക്കാർ
ഒരു പ്രോജക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടെന്ന് അത് തർക്കിക്കാനൊന്നും പോകണ്ട, അത് വേണ്ടാന്ന് ഇല്ല, മോദി സർക്കാരിൻ്റെ മറ്റൊരു പ്രൊജക്റ്റ് ഉഡാനാണ്. വലിയ വിമാനത്താവളങ്ങൾ വേണ്ട, ചെറിയ എയർ സ്ട്രിപ്സ് മതി. അല്ല, പല രീതിയിൽ അങ്ങർക്ക് ഗ്രീൻഫീൽഡ് എയർപോർട്ട്, വലിയ എയർപോർട്ടുണ്ട്. അത് കൂടാതെ ജില്ല തോറും എയർപോർട്ട് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഉഡാൻ പദ്ധതിയിൽ അതെ, അങ്ങർക്ക് പല പദ്ധതിയുണ്ട്. പക്ഷേ ആറന്മുളയിൽ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അല്ല, നാട്ടുകാർക്ക് ആറന്മുളയിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് പറിക്കണമെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. ആറന്മുള ബസ് സ്റ്റാൻഡ് പോലും വേണ്ട. ഇതല്ലേ ബസ് സ്റ്റാൻഡ്. ഞാൻ പറയട്ടെ, പമ്പയ്ക്കപ്പുറം പോകുന്നത് പൂജാരി മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമാകുമല്ലോ എല്ലാവർക്കും. മേൽശാന്തി മാത്രം പോയാൽ പിന്നെ തന്ത്രി പോകണം, തന്ത്രി ആവശ്യമാണ്. ബാക്കി ആരും പമ്പയ്ക്കപ്പുറം പോകണ്ട. ഇതുപോലത്തെ ഈ ഫുൾ അല്ല, പിന്നെ എന്ത് പ്രാന്താണിത്? ഈ എയർപോർട്ടും ശബരിമല സ്ത്രീ പ്രവേശനവും തമ്മിൽ എന്താ ബന്ധം? ആ ബന്ധം എന്ന് പറഞ്ഞേ. അല്ല, ശബരിമല അല്ല, നിങ്ങൾ വൈൽഡ്, ഞാൻ പിണറായിയൊക്കെ വിട്. അല്ല, അത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സ്ഥലത്ത് ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം വന്നാൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് എന്ത് സംഭവിക്കും? ഞാൻ പറയാം. പിണറായി എന്നുള്ള വാക്ക് പറയാൻ സമ്മതിക്കണം എന്നോട്. കാരണം പിണറായി വന്നപ്പോൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ പിണറായി സർക്കാർ എന്തുകൊണ്ട് ശബരിമലയിൽ 365 ദിവസവും നട തുറന്നുകൂടാ? അതായിരുന്നു തുടക്കം. അതാണ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം യുവതീ പ്രവേശനം വരെ എത്തി. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയും 365 ദിവസം തുറക്കുന്ന ലോകത്തിലെ ഏക കാനനക്ഷേത്രം എന്ന നിലയിലുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്ന ശബരിമലയിലേക്ക് തൊട്ടടുത്തൊരു വിമാനത്താവളം കൂടെ കൊണ്ടുവന്ന് ടൂറിസം ഒരു തൊട്ടടുത്താണോ ഇത്? ശബരിമലയുടെ തൊട്ടടുത്താണോ? ഏതാണ്ട് അടുത്താണോ? ഇപ്പോൾ എറണാകുളവും ശബരിമലയ്ക്ക് അടുത്താണ്, ഏതാണ്ട് അടുത്തല്ലേ? അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ല, നിങ്ങളൊരു സ്പോട്ട് കാണിച്ചു തന്നെ, വേറെ ഒരു സ്ഥലം കാണിച്ചതാ. ഈ 100 അല്ല, അത് ഒരു കാരണവശാലും അവിടെ എയർപോർട്ട് വരരുത്, അവിടെയുള്ളവർ ശ്വാസം മുട്ടി ചാവണം. ഇതാണ് നിങ്ങളുടെ ആവശ്യം. അവരോടുള്ള വാശിയാണ് നിങ്ങൾക്ക്. ഇത് അയ്യപ്പ ഭക്തിയല്ല. കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഒന്നും തന്നെ ഇതിനെ എതിർത്തിട്ടില്ല. ഈ സ്ഥലത്തെ എതിർത്തിട്ടില്ല. ഇവരുടെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. MT രമേശ് TV ചർച്ചയിൽ പറയുന്നു, ഞങ്ങൾക്കൊരു വിരോധവുമില്ല, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് തീരുമാനിച്ചിട്ട് വേണം ചെറുവള്ളി. ആറന്മുള പോട്ടെ, ശരി, ആറന്മുള ഉപേക്ഷിച്ചല്ലോ. ചെറുവള്ളിക്കും ഇപ്പം തടസ്സമല്ലേ? ചെറുവള്ളിക്ക് നിങ്ങൾ പറയുന്ന തടസ്സം എന്താ? ശബരിമല. ആറന്മുളയ്ക്ക് തടസ്സം എന്താ? ആറന്മുള ക്ഷേത്രം. ഇനിയിപ്പോൾ ക്ഷേത്രം ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ കേരളത്തിൽ? ഇല്ല. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇതാണ് വികസന വിരുദ്ധർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. വികസനത്തിന് തടസ്സം നിൽക്കുന്നവർ, പുരോഗതിക്ക്, വികസനം എന്നുള്ളത് നല്ല വാക്കല്ല, പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. ഈ ചെറുവള്ളിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? ചെറുവള്ളിയിൽ സംഭവിച്ചത് എന്താണെന്ന് നന്നായിട്ട് കുമ്മനത്തിനും അറിയാം. അതിന് കൃത്യമായ നിലപാടാണ് കുമ്മനം എടുത്തിട്ടുള്ളത്. ചെറുവള്ളി എസ്റ്റേറ്റ്, അവിടെ വിമാനത്താവളം നിങ്ങൾ സ്ഥാപിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെയാണ്. അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു നഷ്ടപരിഹാരവും കൊടുക്കാനുള്ള അർഹതയില്ല. ഇതാണ് കുമ്മനത്തെ പോലുള്ളവർ പറയുന്നത്. ഇതൊന്നും അനധികൃതമായിട്ടല്ല. 1923 കണ്ണൻദേവൻ റബ്ബർ വർക്ക്സ് അങ്ങനെ എന്തോ ഒരു കമ്പനി തുടങ്ങുന്നു 1923. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാരിസൺ റബ്ബർ ലിമിറ്റഡ് അങ്ങനെ തുടങ്ങുന്നു. അത് പല പേരുകളായിട്ട് ഹാരിസൺ നിൽക്കുന്നു, ചാടിക്കയറാതെ ഒരു ഓർഡറിലൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് വലിയ എന്തോ എക്സ്പ്ലോഷൻ പോലെ പറയാം. ഹാരിസൺ ക്രോസ്ഫീൽഡായിട്ട് മാറുന്നു. പിന്നെ അത് ഹാരിസൺ മലയാളമായിട്ട് മാറുന്നു. ഹാരിസൺ മലയാളം ഇത് ഗോസ്പൽ ഓഫ് ഏഷ്യയ്ക്ക് അവരുടെ ഒരു പോർഷൻ കൈമാറുന്നു. അതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലം വളരെ വലുതാണ്. മൊത്തം ഈ പ്രശ്നത്തിൽ ഇൻവോൾവായിരിക്കുന്നത് കേരളത്തിലെ 5.5 ലാക്ക് ഏക്കേഴ്സാണ്. 5.5 ലക്ഷം ഏക്കർ വിദേശ കമ്പനികളുടെ കയ്യിലിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ 5.5 ലക്ഷം ഏക്കറിന് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ബേനാമി വെച്ച് അവർ ഓപ്പറേറ്റ് ചെയ്യണം. ഇതറിഞ്ഞ കേരള ഗവൺമെൻറ് സ്പെഷ്യൽ ഓഫീസറായിട്ട് രാജമാണിക്യത്തെ വയ്ക്കുന്നു. രാജമാണിക്യം ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിച്ച് ഇതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി ഇവരൊക്കെ 1947 ഓഗസ്റ്റ് 15 സ്ഥലം വിടേണ്ട കക്ഷികളായിരുന്നു. ഈ സ്ഥലം സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് പോകേണ്ടവരായിരുന്നു അവരിപ്പോഴും പേര് മാറ്റി പലവിധ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് ഈ സ്ഥലം മുഴുവൻ സർക്കാർ ചുമ്മാ അങ്ങ് ഏറ്റെടുക്കണം. ഇതാണ് രാജമാണിക്യത്തിൻ്റെ ശുപാർശ. ആ ശുപാർശ നടപ്പിലാക്കാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ തുടങ്ങി. നോട്ടിഫിക്കേഷൻ ഗോസ്പൽ ഓഫ് ഏഷ്യ ചലഞ്ച് ചെയ്തു. ഗോസ്പൽ ഓഫ് ഏഷ്യ പിന്നീട് പേര് മാറ്റി അയന ചാരിറ്റബിൾ ട്രസ്റ്റാക്കി. അപ്പോൾ ഗോസ്പൽ ഓഫ് ഏഷ്യ പറയുന്നത് ഹാരിസൺ മലയാളത്തിൽ നിന്ന് ഞങ്ങൾ 2008 വാങ്ങിയ സ്ഥലമാണിത്. ഈ പോർഷൻ അത് ഞങ്ങളുടെയാണ്. ശരി, അവരുടെ ആണെങ്കിൽ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എങ്ങനെ പിക്ചറിൽ വന്നു? അല്ല, അത് ഞങ്ങൾ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറഞ്ഞിട്ട് സ്ഥലം വാങ്ങുന്നു, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് മാറ്റുന്നു, അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വസ്തു നിങ്ങളുടെ പേരിലാകുന്നില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് തണ്ടപ്പേര് മാറ്റി ടാക്സ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പേരിലാകുന്നുള്ളൂ. പോക്കുവരവും കൂടെ ചെയ്യണം, എങ്കിലേ മുഴുവനാകുന്നുള്ളൂ. പണി തന്നെ ശബരിമലയിൽ കാണിച്ചിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡൻ്റായിരുന്നപ്പോൾ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നുള്ളത് മാറ്റിയിട്ട് സ്വാമി അയ്യപ്പ ക്ഷേത്രം എന്നാക്കി മാറ്റാൻ നോക്കി. കാരണം ധർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യമാരുണ്ട്, ഭാര്യയില്ലാത്ത ആളാണ് അയ്യപ്പനാണ്. അപ്പോൾ ഇതെങ്ങനെ ഒക്കുമ്പോൾ സുപ്രീം കോടതിയിൽ കുഴപ്പമാവില്ല എന്ന് വിചാരിച്ച് ഇതിൻ്റെ പേരങ്ങ് മാറ്റി. പേര് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സിവിൽ കോൺസിക്വൻസസ് ഭയങ്കരമാണ്. ശബരിമല ധർമ്മശാസ്താവിൻ്റെ പേരിലുള്ള ഭൂമി, ആഭരണങ്ങൾ, കാശ്, അത് ഇതൊക്കെ അഫക്റ്റഡ് ആവും. പിന്നെ അത് ക്യാൻസൽ ചെയ്തു, പിന്നീട് സർക്കാർ തന്നെ അത് ക്യാൻസൽ ചെയ്തു. ബട്ട് ഈ സിവിൽ നിയമത്തിൽ നിങ്ങൾ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കോൺസിക്വൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതാണ് ഗോസ്പൽ ഫോർ ഏഷ്യ ചെയ്തത്. അപ്പോൾ ഹാരിസൺ മലയാളം എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പ് കമ്പനി. അവർ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വിറ്റത് തട്ടിപ്പ്. ആ തട്ടിപ്പ് ഹൈക്കോടതിയിലെ വക്കീലായിരുന്ന സുശീല ഭട്ട് കണ്ടുപിടിച്ചു. ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻ്റാണ്. അവരിത് വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസ് കേസെടുത്തു. എന്നിട്ട് ഫോറൻസിക് ലാബിൽ ഈ ഡോക്യുമെൻ്റ് പരിശോധനയ്ക്ക് അയച്ചു. ഫോറൻസിക് ലാബ് പറഞ്ഞു ഇത് ഫോർജഡ് ഡോക്യുമെൻ്റാണ്, ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ വരുത്തിയ വർഷം ഏതാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. വരുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട്. വിജിലൻസ് കോടതി എന്ത് ചെയ്തു? ശരി, ഡോക്യുമെൻ്റ് കള്ള ഡോക്യുമെൻ്റാണ്, പക്ഷേ ആ കള്ളത്തരം കാണിച്ചത് ഇവരാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഡോക്യുമെൻ്റ് കള്ളമാണ്, എൻ്റെ കയ്യിലിരിക്കുന്നു, പക്ഷേ ഞാനാണ് കള്ളത്തരം കാണിച്ചതെന്ന് എങ്ങനെ പറയും? അത് പറയാൻ പറ്റില്ല. അതൊരു ക്രിമിനൽ കോർട്ടിനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ക്രിമിനൽ കോർട്ട് പോലും ഇത് വിടാൻ പറ്റുന്നില്ല. കാരണം ഈ ഒഫൻസ് ഇവരാണ് ചെയ്തതെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ അങ്ങനെ കിടന്നു. ഇതിനിടയ്ക്കാണ് നമ്മുടെ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ഭരണമാറ്റം ഉണ്ടായിട്ട് പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് അഡ്വക്കേറ്റ് സുശീല ഭട്ടിനെ മാറ്റി. സുശീല ഭട്ടിനെ മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചാണ് അന്ന് വനം മന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുശീല ഭട്ടിനെ വെച്ചത്. കാരണം സുശീല ഭട്ടിനെ മാറ്റാൻ UDF-നുള്ളിൽ തന്നെ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ സ്ത്രീ അൺകോംപ്രമൈസിംഗ് ആയിട്ട് ഈ ഭൂമിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ബലമായിട്ട് രാജമാണിക്യമുണ്ട്. ഒരു IAS ഓഫീസർ, ഡെഡിക്കേറ്റഡ് IAS ഓഫീസർ പ്ലസ് എ സൂപ്പർ അഡ്വക്കേറ്റ്, ഇവരാണ് കേസ് നടത്തുന്നത്. സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് സുശീല ഭട്ടിനെ മാറ്റും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്യാബിനറ്റിൽ മൂവ് ചെയ്തു. സുശീല ഭട്ട് വിൽ ബി ദ പെർമനൻറ്റ് സീനിയർ ഗവൺമെൻറ് ലീഡർ ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു വക്കീലിന് വേണ്ടിയിട്ട് മന്ത്രിസഭ തീരുമാനം എടുക്കുന്നത്. പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത പരിപാടി സുശീല ഭട്ടിനെ മാറ്റുകയാണ്. സുശീല ഭട്ട് ഒരു ദിവസം ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ മാറ്റിക്കൊണ്ടുള്ള ഓർഡർ വെച്ചിരിക്കുന്നു. അതിൻ്റെ പുറത്തൊരു പേപ്പർ വെച്ചു വിടാൻ പറഞ്ഞു. അവർ വിട്ടു, നത്തിങ് ഞാൻ വിടും. എന്നിട്ട് ജയ്ദീപ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരു വക്കീലിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു. ജയ്ദീപ് ഗുപ്ത ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആളാണ്, പിണറായിയുടെ സ്വന്തം വക്കീലാണ്. അങ്ങേരെ കൊണ്ടുവന്നു വാദിച്ചു. അങ്ങേര് ഈ കേരളത്തിലെ സിവിൽ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് വാദിക്കാൻ. നമ്മൾ അവിടെ പോയാൽ ഇതുപോലെയാണ്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റ് എന്നുള്ള വാക്ക് അവിടെ ഇല്ല. 2 ബീഘ 3 ബീഘ എന്നൊക്കെ പറയും ബീഹാറിൽ ഉത്തർപ്രദേശിലേക്ക്. ബീഘ എന്നാണ് അവർ പറയുന്നത്. ആ ബീഘ നമ്മുടെ സെൻറ്റാണോ? അല്ല, അവർക്ക് അവരുടെ അളവാണ്. തമിഴ്നാട്ടിൽ പോലും വേറെ അളവാണ്. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് വന്ന സീനിയർ വക്കീൽ, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വാദിക്കുന്ന ആൾ, അങ്ങേർക്ക് വാരം, പാട്ടം, കാണം,
കുത്തകപ്പാട്ടം, ഒറ്റി, ഒഴിവ് എന്തെങ്കിലും അറിയാം? ഒന്നും അറിയില്ല. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു അവസാനം കേസ് തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇവരെ മാറ്റിയത്. ഇവരാണ് ആദ്യം ഇത് ഒരു ഏഷ്യാനെറ്റ് ഡിബേറ്റിൽ അവരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഷീ ഈസ് നോ മോർ ഹോൾഡിങ് ആൻ ഓഫീസ്, ഷി വാസ് ഫ്രീ. അവർ പറഞ്ഞു 5.5 ലക്ഷം ഏക്കർ മൊത്തം വിദേശികളുടെ കയ്യിലിരിക്കുകയാണ്, സ്വദേശികളുടെ അവർ ബേനാമിയാണ്. അതിനകത്ത് ടാറ്റ ടീ ഉണ്ട്, AVTയുടെ കുറച്ച് പോർഷനുണ്ട്, AV തോമസ് ആൻഡ് കമ്പനി, ട്രാവൻകൂർ ടീ എന്ന് പറഞ്ഞിട്ട് വലിയ അറിയപ്പെടാത്ത എന്നാൽ കേമന്മാരായ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമി. ആൾതാമസമില്ല, എസ്റ്റേറ്റിലെ മാനേജർമാരുടെ ബംഗ്ലാവുകൾ മാത്രമേ ഉള്ളൂ. ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമി കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ളാഹഗോപാലിനെ കണ്ണീര് കുടിപ്പിച്ചത്. ളാഹഗോപാൽ അച്യുതാനന്ദൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തില്ലേ, ഈ ഭൂമി കയ്യിലുള്ളപ്പോഴാണ്. ഈ ഭൂമിയുടെ ചെറിയൊരു പോർഷനിലാണ് ളാഹഗോപാലിൻ്റെ ആൾക്കാർ കയറിയത്, ചെറിയൊരു കഷ്ണത്തിൽ. ഈ ഭൂമി ആരെയും കുടിയൊഴിപ്പിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു മാറ്റവും വരുത്തണ്ട. ഈ 5.5 ലക്ഷം ഏക്കർ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ പട്ടിയെ തല്ലുന്ന പോലെ വെടിവയ്ക്കുകയൊക്കെ ചെയ്തിട്ട് മുത്തങ്ങയിൽ ജാനുവിനെയൊക്കെ തല്ലിയത്, കൊന്നത്, ഒരാളെ കൊന്നത്, ജോഗിയെ കൊന്നത്. ഈ ഭൂമി കയ്യിലുള്ളപ്പോഴാണ്. ഒറ്റ ഓർഡിനൻസ് വഴി ഈ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം, ഇന്നും ചെയ്യുന്നില്ല. ബിക്കോസ് ഇതൊരു വലിയ കറവപ്പശുവാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അതങ്ങനെ കിടന്നു. ഇപ്പോൾ അത് ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. സ്വന്തം ഭൂമി, സർക്കാരിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? ചുമ്മാങ്ങ് വിമാനത്താവളം പണിഞ്ഞാൽ പോരെ. പക്ഷെ അത് ചെയ്തു. ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജയ്ദീപ് ഗുപ്തയെ കൊണ്ടുവന്ന് ഈ കേസ് തോറ്റിട്ടും ഹൈക്കോടതി പറഞ്ഞു ഇതിൻ്റെ റെക്കോർഡ്സ് പാലാ സബ് കോടതി വിചാരണയിലൂടെ തീരുമാനിക്കണം. അപ്പോൾ അത് ആളെ വിളിച്ച് ഇതെടുക്കേണ്ടി വരും, കൈയക്ഷരം നോക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ട്രയൽ കോർട്ട് വേണം അത് തീരുമാനിക്കാൻ. അങ്ങനെ പാലാ സബ് കോടതിയിൽ നിങ്ങളൊരു ഒറിജിനൽ സ്യൂട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് പറഞ്ഞു വിട്ടു. പാലാ സബ് കോടതിയിൽ ഗവൺമെൻറ് ഒറിജിനൽ സ്യൂട്ടും കൊടുത്തു. ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉടമസ്ഥന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഗോസ്പൽ ഫോർ ഏഷ്യയോട് പറഞ്ഞ് നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യുക, എന്ത് തേങ്ങാൻ വേണമെങ്കിലും ചെയ്തു. ഹൈക്കോടതി സ്യൂട്ട് കൊടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്തായിരിക്കണം? ഇത് ഗവൺമെൻറ് ലാൻഡാണ്, ദർ ഈസ് നോ അക്വിസിഷൻ റിക്വയർഡ്. അപ്പോൾ അതിനെ ചാരിറ്റബിൾ ട്രസ്റ്റോ അയാൾ എൻക്രോച്ച്മെൻ്റാണ്, ഇറക്കി വിടാൻ, ത്രോ ഹിം ഔട്ട്. അയാളുടെ മാനേജറോ സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളയാൻ പറ, ഞങ്ങൾ എയർപോർട്ട് കൊണ്ടുവരികയാണ്, ഇവിടെ സർക്കാർ ഭൂമിയാണ്. ഇപ്പോൾ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് പറയുന്നത് എയർപോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തുമുള്ളൊരു 305 ഏക്കർ കൂടെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളെ മാത്രം ഉപദ്രവിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് പേരെയും കൂടെ ഉപദ്രവിക്കുന്നു. സാമൂഹിക ആഘാത പഠനം നടത്താൻ സർക്കാർ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, സർക്കാരിൻ്റെ തന്നെ ഏജൻസിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ്. സർക്കാരാകെ ഒരു കാര്യം പറഞ്ഞാൽ മതി ഈ കേസിൽ, ഇവർക്ക് ഇതിനകത്ത് യാതൊരു കാര്യമില്ല, ദേ ആർ സ്ട്രേഞ്ചേഴ്സ്, ഇത് സർക്കാരിൻ്റെ ഭൂമിയാണെന്നേ. വേമ്പനാട്ട് കായൽ നികത്തിയിട്ട് എയർപോർട്ട് ചെയ്യാൻ പോകുന്നു സർക്കാർ. ഞാൻ പോയി അവിടെ എൻ്റെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ്. ഞാനൊരു കേസും കൊടുക്കും, ചേർത്തല സബ് കോടതിയിൽ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. സർക്കാർ എന്ത് ചെയ്യും? ഡിസ്പ്യൂട്ടുണ്ട്, അതുകൊണ്ട് ഹൈക്കോടതി നോക്കട്ടെ എന്നൊക്കെ പറയുക. മോഹൻദാസിന് ഒരു വെക്കേറ്റ് ചെയ്ത് തൻ്റെ കൂടും കുടുക്കി എടുത്തിട്ട് ഈ കായലിൻ്റെ ഈ ഏരിയയിൽ കണ്ടുവരുന്നത് മൂട്ടുകല്ലുകൂടി ഓർഡർ അവിടെ നിന്ന് ഇങ്ങനെയാണ് എൻക്രോച്ചറെ പുറത്താക്കുന്നത്. എന്നിട്ട് വിമാനത്താവളം പണയും. ഇത് തന്നെയാണ് ചെറുവള്ളിയിൽ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചല്ലോ, അപ്പം സർക്കാരിൻ്റെ പൊസിഷനിൽ വരുമല്ലോ. അത് കഴിഞ്ഞു, അതല്ലേ അതിനകത്തല്ലേ പ്രശ്നം. ഈ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ സർക്കാരിൻ്റെ ഭൂമി അല്ല എന്നാണ് അതിനർത്ഥം. നിങ്ങളുടേതല്ലാത്ത ഭൂമി നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭൂമി പിന്നെ ഞാൻ ഏറ്റെടുക്കണം. അത് പിന്നെ സർക്കാർ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതാണ് കള്ളത്തരം. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇടയ്ക്ക് ഭൂമി ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, നഷ്ടപരിഹാരം ഞങ്ങൾ പാലാ സബ് കോടതിയിൽ കെട്ടിവയ്ക്കാം, എന്നിട്ട് ഭൂമി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. എയർപോർട്ടിനൊന്നുമല്ല, ഭൂമിയുടെ കൈവശാവകാശം ഞങ്ങൾക്ക്. ഇവഞ്ച്വലി പാലാ സബ് കോടതിയുടെ തീരുമാനം അവർക്ക് അനുകൂലമായി, അയനയ്ക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ആ കാശെടുത്ത് കോടതിയിൽ ഞങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ
ഇത് സമ്മതിക്കാതെ അതിനെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു ഒരു കാര്യം, കാശൊന്നും കെട്ടിവയ്ക്കരുത്. ജില്ലാ കളക്ടർക്ക് നേരെ ഡയറക്ടീവ് കൊടുത്തു, കാശൊന്നും കെട്ടിവയ്ക്കരുത്. അയനയുടെ പെറ്റീഷൻ ഇത് സർക്കാർ ഏറ്റെടുക്കുന്നതായിട്ട് വിജ്ഞാപനം വരുമ്പോൾ നിങ്ങൾ കോടതിയിൽ വന്നാൽ മതി, അതിന് മുമ്പേ ഒന്നും വരുമൊന്നും വേണ്ട. സർക്കാരിന് ഉദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരണ്ട. സർക്കാരിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഉദ്ദേശം വേറെയാണ്, അത് ഹൈക്കോടതിക്കും അറിയാം. അതുകൊണ്ട് ഹൈക്കോടതി പേയ്മെൻ്റ് അങ്ങ് തടഞ്ഞു. ഇപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം നിങ്ങളുടെ എല്ലാ ഭൂമി എന്നാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റെടുക്കുന്നത്. നിങ്ങൾ ഉടമസ്ഥനാണ്, നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, നിങ്ങളങ്ങ് എയർപോർട്ട് പണിഞ്ഞാൽ മതി. അപ്പോൾ സർക്കാർ തോറ്റുകൊടുത്ത് ഇപ്പോൾ ഇവിടം വരെ എത്തി. ഇതിൽ കുറേ പണം കൊടുക്കണം. ഇതിനകത്ത് കുഴപ്പം വന്നതെന്ന് വെച്ചാൽ 2021 മിസോറാം ഗവർണർഷിപ്പ് കഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ വന്നില്ലേ, കുമ്മനം രാജശേഖരൻ ഈ ഡാറ്റ എല്ലാം കാണിച്ച് വിജിലൻസ് കോടതിയുടെ വിധിയും ഫോറൻസിക് റിപ്പോർട്ട് ഈ ഡോക്യുമെൻ്റ് കള്ളത്തരമാണെന്നുള്ളത്, ഒറിജിനലി ഹാരിസൺ മലയാളത്തിൻ്റെ പോലും കള്ളത്തരമാണ്. കള്ളത്തരത്തിൽ ഹാരിസൺ മലയാളം പിടിച്ച ഭൂമി കള്ളത്തരത്തിൽ ഗോസ്പൽ ഓഫ് ഏഷ്യയ്ക്ക് വിറ്റിട്ട് കള്ളത്തരത്തിൽ അത് അയന ട്രസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം മോദിക്കും അമിത്ഷായ്ക്കും പ്രൈവറ്റ് ലെറ്ററായിട്ട് അയച്ചു കുമ്മനം രാജശേഖരൻ. അതിനെ തുടർന്നാണ് ബിലീവേഴ്സ് ചർച്ചിൽ റെയ്ഡ് നടന്നത്. കുമ്മനം രാജശേഖരൻ്റെ പരാതിയെ തുടർന്ന് റെയ്ഡ് നടത്തണം എന്നൊന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞില്ല, ഇത് അന്വേഷിക്കണം വേണ്ട രീതിയിൽ എന്നേ പറഞ്ഞുള്ളൂ. ഒരൊറ്റ റെയ്ഡ് 6000 കോടി രൂപയുടെ പഴയ നോട്ട്, ഡിമോണിറ്റൈസേഷന് മുമ്പുള്ള നോട്ട്, അത് പിടിച്ചെടുത്തു. എല്ലാവരും കണ്ടതാണല്ലോ, വിഷ്വൽസ് ടി വിയിലൊക്കെ വന്നു. ഇതുകൂടാതെ ED കേസുമായി ഇപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യും എന്ന് അയന ട്രസ്റ്റിന്, പിണറായി വിജയൻ ഇവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഈ കുരുക്കിൽ സഹായിക്കാൻ പറ്റുന്നില്ല. കാരണം ഏറ്റെടുക്കുമ്പോഴുള്ള കുരുക്ക് സർക്കാരിൻ്റെ ഭൂമി സർക്കാർ തന്നെ ഏറ്റെടുക്കുന്നത് എന്തിന്? സർക്കാരിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേസ് തോറ്റു കൊടുത്തു എന്നാകും. പിണറായി വിജയന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് മോദിക്കാണ്. അതുകൊണ്ട് ബിലീവേഴ്സ് ചർച്ച് 10-24 ബിഷപ്പുമാരെയും വിളിച്ചിട്ട് തിരുവല്ലയിൽ വലിയ സമ്മേളനം നടത്തിയിട്ട് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതാണ് അനിൽ ആൻ്റണിക്ക് കിട്ടിയ പിന്തുണ. ആ പിന്തുണയുടെ രഹസ്യം ഇതാണ്. ഇപ്പം ഈ പിന്തുണ കൊണ്ട് ഈ കേസ് IT കേസും ED കേസും തീർന്നു കിട്ടുമെന്നാണ് പാവം യോഹന്നാൻ്റെ വിചാരം. അല്ല, യോഹന്നാൻ ഇന്ത്യ കണ്ടിട്ടില്ല, അതിനുശേഷം ഇന്ത്യ വന്നിട്ടില്ല. എന്ത് വാങ്ങിക്കോട്ടെ, അവരുടെ പ്ലാൻ ഇതാണ്. ഇനിയിപ്പോൾ പിണറായി വിജയൻ നമ്മുടെ രക്ഷകനല്ല. പിണറായി പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇടത്തോട്ട് ചെരിഞ്ഞാലും വലത്തോട്ട് ചെരിഞ്ഞാലും ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച കുരുക്കിൽ ഞാൻ പെടും. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാം, അവിടെയോ എല്ലാം നോക്കുമെന്ന് പറഞ്ഞു കാണും. അതാണ് അനിൽ ആൻ്റണിക്ക് കറകളഞ്ഞ പിന്തുണ പ്രഖ്യാപിക്കാൻ അവർ പ്രവർത്തിച്ചിട്ടുമുണ്ട് കേട്ടോ. സത്യസന്ധമായിട്ട് അനിൽ ആൻ്റണിക്ക് വേണ്ടി ബിലീവേഴ്സ് ചർച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ എത്ര ആൾക്കാർ തിരുവല്ലയിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പണം ഇഷ്ടം പോലെയുണ്ട്, അത് കൊണ്ട് അവർ ചെയ്തിട്ടൊക്കെയുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് ഊരാൻ പറ്റില്ല. ഊരാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുമ്മനം രാജശേഖരൻ മോദിക്ക് പരാതി കൊടുത്തത് വെറുതെ അല്ല, അതൊരു റെക്കോർഡാണ്. മോദിക്ക് വെറുതെ അതങ്ങോട്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കുമ്മനം രാജശേഖരൻ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് പോവുകയാണെന്ന് വെച്ചോ, ഇത് ഇന്ന മാതിരിയാണ് നടക്കുന്നത്. ഒരുപക്ഷെ കുമ്മനം പോവും, ഏതെങ്കിലും ഒരു ദിവസം കുമ്മനം ഇതിനു വേണ്ടി കോടതിയിൽ പോകും. ഇതുവരെ പോകാത്തത് എന്താണെന്നാണ് എൻ്റെ അത്ഭുതം. പിന്നെ പുള്ളിയുടെ ഒരു ശൈലിയൊക്കെ ഉണ്ട്, അതിൻ്റെ നേരവും കാലമൊക്കെ നോക്കിയിട്ട് പുള്ളി ചെയ്യുള്ളൂ. പോയി കഴിഞ്ഞാൽ അത് വലിയ തലവേദനയാണ്. കാരണം കുമ്മനം ഈ ലെറ്ററും കൂടെ കുമ്മനം കോടതിയിൽ ഹാജരാക്കില്ലേ, ഞാൻ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഹാജരാക്കില്ലേ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും ചുമ്മാ അങ്ങോട്ട് പാവം പോട്ടെന്ന്, ഇപ്പോൾ പഴയ കാര്യം കുത്തിപ്പൊക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. കാരണം ഇത് ക്രിമിനൽ കേസുകളാണ്, ED കേസാണ് യോഹന്നാൻ്റെ എതിരെ. യോഹന്നാൻ ഈ പേര് മാറ്റിയത് തന്നെ വേറൊരു കൃത്രിമമാണ്. ബിലീവേഴ്സ് ഗോസ്പൽ ഫോർ ഏഷ്യ മാറ്റിയിട്ട് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കിയത്. എന്നിട്ട് കുറേ അധികം ബിഷപ്പുമാരെ റെസ്പോണ്ടൻ്റൊക്കെ ആക്കിയിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടി, പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ. അല്ല, അങ്ങനെയുടെ ബിഷപ്പ് പദവി തന്നെ കാശ് കൊടുത്ത് മേടിച്ചാണെന്ന് പറയുന്നു. ബിഷപ്പ് ഡോക്ടർ ജൂലിയ ബർധൻ, ബിഷപ്പ് ഡോക്ടർ സൈമൺ ജോൺ ചിറ്റേഴത്ത്, റവറൻ ഡോക്ടർ ഡാനിയൽ ജോൺസൺ, റവറൻ ഡോക്ടർ പ്രൈസൺ ജോൺ പട്ടപ്പറമ്പിൽ, ഇവരൊക്കെ പുള്ളി ഇതിനകത്ത് കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ഇവരെല്ലാം അയന ട്രസ്റ്റിന് അനുകൂലമായിട്ട് അഫിഡാവിറ്റ് ഇട്ട് അവരുടെയൊക്കെ വക്കീലന്മാർ വന്നിട്ട് വൺസ് അപ്പോൺ എ ടൈം 11 വക്കീലന്മാരാണ് ബിലീവേഴ്സ് ചർച്ചിന് വേണ്ടി, ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിൽ 11 പേര്, 11 പേരും സീനിയർ വക്കീലന്മാരാണ്.
കേരള ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ, യു നെയിം ഇറ്റ്, ഹി ഹാസ് അപ്പിയർഡ് ഫോർ ഗോസ്പൽ ഫോർ ഏഷ്യ. ഇവരുടെ ഈ കേസിൽ നിന്ന് പല ജഡ്ജിമാരും പിൻവാങ്ങി. കാരണം അവർ വക്കീലായിരുന്ന കാലത്ത് അവരിവർക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ ഈ കേസ് കേൾക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ എത്ര ജഡ്ജിമാർ പിൻവാങ്ങിയെന്നറിയാമോ ഇവരുടെ ഈ കേസിൽ നിന്ന്? അല്ല, ഇവരുടെ ആവശ്യം ഇപ്പോൾ എന്താ? ആരുടെ? ഈ ബിഷപ്പുമാരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ഈ സ്ഥലം ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കിട്ടണം. അതൊന്നുകിൽ സർക്കാർ തരണം, അല്ലെങ്കിൽ പാലാ സബ് കോടതിയിൽ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ മേടിച്ചോളാം. പാലാ സബ് കോടതി കൊണ്ട് നിൽക്കില്ല, ജില്ലാ കോടതി പോകും, ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകും. അപ്പോഴത്തേക്ക് ഞാനും സുനിലൊക്കെ ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ പോലും മരിച്ചു പോയി. ഇത്രയും പ്രോപ്പർട്ടി അവരുടെ കയ്യിലിരിക്കും. ദേ വിൽ എൻജോയ് ദ പ്രോപ്പർട്ടി. ആ എസ്റ്റേറ്റിൽ നിന്നുള്ള വരുമാനം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ബേസിക്കലി അത് റബ്ബർ എസ്റ്റേറ്റാണ്. ഇപ്പോൾ എത്ര റബ്ബർ വെട്ടുന്നു പിടിക്കുന്നു എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് അതിലേക്ക് ഒരു ക്ഷേത്രം അവിടെയുണ്ട്, ചെറിയൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് വഴി വേണം എന്ന് പറഞ്ഞിട്ട് ലോക്കൽസ് ബഹളം വെച്ചു. ഉദാരമായിട്ട് വഴി കൊടുത്തു. അവർ 3 അടി വഴിയോ മറ്റാണ് ചോദിച്ചു. 10 അടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. ബിക്കോസ് ഇവർക്ക് വേറെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. കുമ്മനത്തെ പലതവണ അവർ കാണാൻ ശ്രമിച്ചു, പലതവണ. ഈ ഡിഡിൻ ഗിവ് എൻ അപ്പോയിൻമെൻറ്റ്. ആയപ്പോൾ ഞാൻ ആരെയും കാണാനില്ല, ഒന്നുമില്ല. ബട്ട് ഐ നോ കുമ്മനം ഈസ് അണ്ടർ സിവിയർ പ്രഷർ. ഒരു തവണ ഒന്ന് കണ്ടാൽ ഞങ്ങൾക്ക് ചില പറയാൻ ഞങ്ങളുടെ ഭാഗം കൂടെ കേൾക്കേണ്ടത് ഒന്നും കേൾക്കേണ്ട. സോ ഇത് കേരളം കണ്ട ഇതിൽ വെച്ച് ഏറ്റവും വലിയ സ്കാമാണ് ഈ 5.5 lakh acres. ഈ ഭൂമി കയ്യിൽ വെച്ചുകൊണ്ട് ആദിവാസികളോട് കാണിച്ച ക്രൂരത അത് UDFും ചെയ്തു, LDFും ചെയ്തു. ബട്ട് UDF കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത പിന്നീട് കാണിച്ചു. ആൻ്റണിയുടെ കാലത്താണ് മുത്തങ്ങ സംഭവം നടക്കുന്നത്. അച്യുതാനന്ദൻ്റെ കാലത്താണ് ളാഹ ഗോപാലിൻ്റെ കേസ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടെങ്കിലും UDF റിയലൈസ് ചെയ്തു ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയാണ് രാജമാണിക്യം സ്പെഷ്യൽ ഓഫീസറായിട്ട് വരുന്നത്. പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതിപ്പോൾ ഒരു ഓഫീസറോട്ട് റിപ്പോർട്ട് തന്നു വിചാരിച്ചിട്ട് സർക്കാരിൽ ഇപ്പോൾ എന്താ, എത്രയോ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാം റിപ്പോർട്ട് തരുന്നു, ഒരു പ്രാധാന്യവും ഇല്ല നമുക്ക്. അങ്ങേര് രാപകലില്ലാതെ കണ്ണിൽ ഒണ്ണയൊഴിച്ച് റിസർച്ച് ചെയ്ത് ഇതെല്ലാം കണ്ടുപിടിച്ച് റെഡിയാക്കിയിട്ട് ഒരു വലിയ വോളിയമാണ് രാജമാണിക്യം റിപ്പോർട്ട്. ഐ ഹാവ് ഇറ്റ് വിത്ത് മീ. ഇറ്റ്സ് വെരി വെരി സീരിയസ് റിപ്പോർട്ട്. CBI അന്വേഷണം വേണമെന്നാണ് രാജമാണിക്യം ശുപാർശ ചെയ്തിരിക്കുന്നത്. അത് വെറും ഒരു ഉദ്യോഗസ്ഥൻ തന്ന കടലാസാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചു. CPI അന്ന് ഒന്ന് ഞരങ്ങി ഇങ്ങനൊരു ഒച്ച കേൾപ്പിച്ചു. റവന്യൂവിൻ്റെ ആണ് സ്ഥലം. റവന്യൂവിൽ കയറി പിണറായി വിജയൻ അങ്ങ് മേയാണ്. ചെറുതായിട്ടൊന്ന് ഞരങ്ങി, അതിൽ കൂടുതൽ ഞരങ്ങാൻ അവർക്ക് ആരോഗ്യമില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവർക്കറിയാം അവരുടെ കൺമുമ്പിലാണ് നിൽക്കുന്നത്. 10 പൈസ അവർക്ക് കിട്ടുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും കൊടുക്കുമോയെന്നറിയില്ല. ദേ ആർ നോട്ട് ഇൻവോൾവ് ഇൻ ദ കറപ്ഷൻ എന്നാണ് എൻ്റെ, ഐ ഡോണ്ട് നോ, എൻ്റെയും തലയ്ക്ക് മുകളിൽ പിന്നെ. കാരണം പിണറായി വിജയൻ ഈ സ്റ്റാൻഡ് മാറ്റാൻ കാരണം, സുശീല ഭട്ടനെ മാറ്റാൻ തന്നെ കാരണം ഒന്നുകിൽ മാസം മേടിക്കുക, അതാണല്ലോ പുള്ളിയുടെ ഒരു സ്വഭാവം. എല്ലാം കൂടെ ഒറ്റയടിക്ക് 150 കോടി മേടിച്ച് ഇത് വെക്കാൻ സ്ഥലമില്ലാതെ വല്ല പോലീസുകാരൻ പിടിച്ച് അതില്ല, കുറച്ച് ചെലവിന് തന്നുകൊണ്ടിരുന്നാൽ മതി, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഏതായാലും വ്യക്തമായ ഒരു കാര്യമാണ്, ഗവൺമെൻറ്റും അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഒത്തുകളിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുന്നു, ഇറങ്ങാൻ പറ്റുന്നില്ല അതിൽ നിന്ന്. അയന ചാരിറ്റബിൾ ട്രസ്റ്റിനെ സഹായിച്ചാൽ കുഴപ്പം, സഹായിച്ചില്ലെങ്കിലും കുഴപ്പം. പെട്ടു. കുമ്മനം താടി ഇങ്ങനെയായിട്ട് പുറകിലിങ്ങനെ നിൽപ്പുണ്ട്, ഇത് എവിടം വരെ പോകും നോക്കട്ടെ. സോ ആസ് സച്ച് ഞാൻ പറയുന്നത്, ചെറുവള്ളിയിൽ ഒരു വിമാനത്താവളം വന്നുകൊണ്ട്, മറ്റേതൊക്കെ ഫൂൾസ്, വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകും, ഒന്നുമല്ല. ഇപ്പം പോകുന്നില്ല ആരും, ഇപ്പോഴും പോകുന്നില്ല. ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ഇഷ്യൂ. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബട്ട് ആ ഈസ്റ്റേൺ കേരളയിലുള്ള ആളുകൾക്ക് ഒരു എയർപോർട്ട് ആവശ്യമാണ്. അതിന് ഐഡിയൽ സ്ഥലം ഇതാണ്. സോ ഈ ഡിസ്പ്യൂട്ട് നിൽക്കുമ്പോഴും ഗവൺമെൻറ്റിന് യൂണിലാറ്ററലായിട്ട് അവിടെ എയർപോർട്ട് നിർമ്മിക്കാം, ഒരു തടസ്സങ്ങളുടെ അനുവാദം വേണ്ട. ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ, നോട്ടിഫിക്കേഷനിൽ ഗവൺമെൻറ് എയർപോർട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ പറയുന്നത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനാണ്. ഇത് തമ്മിൽ വ്യത്യാസമില്ലേ, അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ സ്റ്റേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് 2 മാസത്തേക്ക് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗവൺമെൻറ് അഡ്മിഷനുള്ള വാദമായിരുന്നു. ഈ അഡ്മിഷനുള്ള വാദത്തിൽ പോലും
അഡ്വക്കേറ്റ് ജനറൽ ഇത് സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് വാദിക്കുന്നില്ല, മറ്റ് ഡീറ്റെയിൽസൊക്കെ വെച്ചാണ് വാദിക്കുന്നത്. ലാൻഡ് അക്വിസിഷൻ റൂൾസ് 3(1)B ഇതൊക്കെ ഇട്ടാണ് പുള്ളി വാദിച്ചത്. ഫൈനലി ഇദ്ദേഹം പറഞ്ഞു നിരയുള്ള അഫിഡാവിറ്റൊക്കെ കൊണ്ടുപോകാം, റിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, എല്ലാവരും അവരവരുടെ കൗണ്ടർ അഫിഡാവിറ്റ് ഫയൽ ചെയ്യണം, ടിൽ ദാറ്റ് ടൈം ഫോർ 2 months ഐ ആം സ്റ്റേയിങ് ദിസ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ബിജു എബ്രഹാം, ഡിവിഷൻ ബെഞ്ചാണ്, അതിൽ സീനിയർ ജഡ്ജാണ് ബിജു എബ്രഹാം, അദ്ദേഹത്തിൻ്റെ വിധി ഡേറ്റഡ് 25th day of April 2024. ഇത് ഒരു വലിയ അഗ്നിപർവ്വതമാണ് ഈ 29 പേജ്. കേരളം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരും ചേർന്ന് ഇതങ്ങോട്ട് അങ്ങ് ആളുകൾക്ക് അറിയില്ല ശബരിമല വിമാനത്താവളം വരുന്നു, എന്തോ ഒരു കേസുണ്ട്, ഇത്രയേ അറിയാവുള്ളൂ. ഈ ശബരിമല വിമാനത്താവളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശബരിമലയിൽ സ്ത്രീകൾ കയറും എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കുക, ഇതൊരു വല്ലാത്ത മൈൻഡ് പ്രൊപ്പഗാൻഡയാണ്, വെറും അനാവശ്യമായൊരു പ്രൊപ്പഗാൻഡയാണത്. ശബരിമല ഈ സാധനത്തിൽ ഇഷ്യൂ ഓൾ ടുഗദർ. വിമാനത്താവളം തമ്മിൽ എന്താ ബന്ധം? വിമാനത്തിൽ വരുന്നവരെല്ലാം കൂടെ ഓടി ശബരിമലയിൽ കയറാൻ പോകുന്നു, നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, നിങ്ങൾ തടഞ്ഞതല്ലേ, സകലരെയും തടഞ്ഞതല്ലേ. ഇതിപ്പോൾ ശബരിമലയ്ക്ക് തൊട്ടടുത്താണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നുള്ള മട്ടിലാണല്ലോ വർത്തമാനം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ശബരിമല പൊന്നമ്പലമേട്ടിൽ നിന്ന് നോക്കിയാൽ താഴെ കാണാവുന്ന തകർന്നു കിടക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ഇതാദ്യം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ്. ഞാൻ വായിക്കുന്നത് 70s എസ് കെ പൊറ്റക്കാട് ഈ അദ്ദേഹം ഒരുപാട് യാത്രാ വിവരണം എഴുതുമല്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു പുസ്തകം ഇറക്കി. അതിനകത്ത് പൊറ്റക്കാട് പൊന്നമ്പലമേട് സന്ദർശിച്ചതിൻ്റെ വിവരണമുണ്ട്. പൊന്നമ്പലമേട് എന്നുള്ള പേര് പോലെ മനോഹരമായ പേര് വേറെ കേരളത്തിൽ ഇല്ല എന്നാണ് പൊറ്റക്കാട് എഴുതുന്നത്. അപ്പോൾ പൊറ്റക്കാട് പൊന്നമ്പലമേട്ടിൽ പോയി താഴെ നോക്കിയപ്പോൾ താഴെ തകർന്നു കിടക്കുന്ന ഒരു കൃഷ്ണൻ്റേതെന്ന് തോന്നിക്കുന്ന ക്ഷേത്രം കാണാം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് 2018 ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വന്നതല്ല, ദേവസ്വം ചോദിച്ചു, ഇങ്ങനെ പൊന്നമ്പലമേട്ടിന് താഴെ ഒരമ്പലം തകർന്നു കിടക്കുന്നുണ്ട്, അതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവജ്ഞൻ നോക്കിയിട്ട് പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട, അത് ഇലയും ചെടിയും മൂടിക്കിടക്കണം എന്നുള്ളതാണ് അയ്യപ്പൻ്റെ ആഗ്രഹം. അതാണ് ഉത്തരം. ഞാൻ ഈ തിരുമേനിയെ കാണാൻ പോയി. ചാലക്കുടി ഭാഗത്താണ് പുള്ളിയുടെ വീട്. അവിടെ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം പുള്ളി ഇവിടെ തമിഴ്നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് റിയലി ഹീസ് ബിസി. ജ്യോത്സ്യനാണ്, തന്ത്രിയാണ്, ഒക്കെയാണ്. ഞാൻ ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞു, തിരുമേനി ഇതൊരു ഹിന്ദു വിരുദ്ധ പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കരുത്, അത് കാട് മൂടി കിടക്കട്ടെ എന്ന് അയ്യപ്പൻ പറയുമോ? മാത്രമല്ല വിഷ്ണു ക്ഷേത്രം പുനരുദ്ധരിക്കേണ്ട എന്ന് പറയാൻ അയ്യപ്പൻ എന്താ കാര്യം? അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല, അയ്യപ്പൻ്റെ ജൂറിസ്ഡിക്ഷനിലാണ് വിഷ്ണുവിൻ്റെ ക്ഷേത്രം, അതുകൊണ്ട് അയ്യപ്പന് അതിലൊരു അധികാരമുണ്ട്, അതെന്ത് ചെയ്യണമെന്ന് പറയാം. പിന്നെ എന്തുകൊണ്ട് തകർന്ന ക്ഷേത്രം പുനരുദ്ധരിക്കരുത് എന്ന് അയ്യപ്പൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അടുത്ത വർഷം പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ അയ്യപ്പൻ തിരിച്ചു പറഞ്ഞു എന്ന് വരും. ഇതൊക്കെ ആ മൊമെൻറ്റിൽ അവരെടുക്കുന്ന ഡിസിഷനാണ്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഇതുപോലെ ഞാൻ ഇത് ചെയ്തിരുന്നു, പ്രശ്നം വെച്ചിരുന്നു. ഇതാണ് ദേവപ്രശ്നം വെച്ചിരുന്നു. അത് പുതുക്കി പണിയാനായിട്ട് വളരെ പഴയതാണ് കാടാമ്പുഴ ക്ഷേത്രം. അവിടെയൊക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ വീഴാൻ തുടങ്ങി. പഴക്കം കൊണ്ട്, മരമല്ലേ, ചെതല് പിടിച്ചില്ലെങ്കിലും വെറും പഴക്കം കൊണ്ടതിങ്ങനെ പൊടിയാൻ തുടങ്ങി. അപ്പോൾ അതിന് ഫണ്ട് നമ്മുടെ PNC മേനോനാണ് ഫണ്ട് കൊടുക്കാമെന്ന് പറയാം. 5.5 crores മറ്റോ എസ്റ്റിമേറ്റ് ചെയ്ത് പുള്ളി പറഞ്ഞു, ഞാൻ തരാം, നിങ്ങൾ നാട്ടിലെങ്കിലും തെണ്ടി നടക്കണ്ടെന്ന്. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ ദേവി പറഞ്ഞു, ഇതൊന്നും പുതുക്കി പണിയണ്ട, ഞാനിവിടെ പഴയതിൽ തന്നെ കഴിഞ്ഞോളാം. എന്ത് ചെയ്യും? അങ്ങനെ അപ്പോൾ PNC മേനോൻ തന്നെ നേരിട്ട് ഇദ്ദേഹത്തെ തിരുവേനിയെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുവേനി, എൻ്റെ വലിയ മോഹമായിരുന്നു അത് പുതുക്കി പണിയാൻ. അതിൻ്റെ ആർക്കിടെക്ചറൽ വാല്യൂ അതുപോലെ നിർത്തിയിട്ട് മെറ്റീരിയൽ മാത്രം മാറ്റുക. ക്ഷേത്രത്തിന് ഒരു മാറ്റവും വന്നതായിട്ട് ആർക്കും തോന്നുന്നില്ല. നമ്മൾ തടി ഓരോന്നായിട്ട് ഊരിയിട്ട് കറക്റ്റ് തടി, പുതിയ തടി അവിടെ വയ്ക്കുക, അതേപോലെ പെയിൻ്റ് അടിക്കുക. കാഞ്ഞിരമാണെങ്കിൽ കറുത്തത്, തേക്കാണെങ്കിൽ മഞ്ഞ, തേക്കിൻ്റെ പെയിൻറ്റ്, ടീക്ക് വുഡ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി റിനോവേഷൻ. അതുകൊണ്ട് ഒന്നുകൂടെ പ്രശ്നം വയ്ക്കണം, ഒന്നുകൂടെ വെച്ചു. അപ്പോഴും കാടാമ്പുഴ സമ്മതിക്കുന്നില്ല. പക്ഷേ തിരുവേനി എന്നോട് പറഞ്ഞു, മോഹൻദാസെ, അടുത്ത വർഷം ചിലപ്പോൾ വീണ്ടും കാടാമ്പുഴ ചോദിച്ചാൽ ചെയ്തോളാൻ പറയും.
മൂർത്തികൾ മനുഷ്യരെ പോലെയാണ്, അവർക്കൊരു മൂടൊക്കെ ഉണ്ട്. നമ്മൾ ആ സമയത്ത് ചോദിച്ചു വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട, ആരും ഒന്നും ചെയ്യണ്ട, പോടാ ഇങ്ങനെയൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞ് വന്ന് അമ്മേ ഞാനിവിടെ ഒന്ന് പെയിൻ്റ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താ ഒക്കെ പഴകിപ്പോയി, ആ ചെയ്യും. ഇതാണ് മൂർത്തികളുടെ സ്വഭാവം. അതുപോലെയാണ് അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത്. നാളെ മോഹൻദാസ് ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പൊന്നമ്പലമേട്ടിലെ വിഷ്ണു ക്ഷേത്രം പുനരുദ്ധരിക്കുക. ആണ്ടിൽ 500 പേര് പൊന്നമ്പലമേട്ടിൽ വളരെ ദുർഘടമാണ് കയറിപ്പോകാൻ. ഈ നമ്മളുടെ ഇത് കത്തിക്കുന്നതാണല്ലോ മകരജ്യോതി, മകരവിളക്ക്. അപ്പോൾ മകരവിളക്ക് കത്തിക്കാനായിട്ട് ഫോറസ്റ്റുകാർ, KSEB, പിന്നെ വനവാസിയിലെ 2-3 പേര്, ഇവരൊക്കെ ചേർന്നൊരു ടീമാണ്. വളരെ ദുർഘടം പിടിച്ചൊരു കയറ്റമാണത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒറ്റക്കാടിൻ്റെ ആ ഊർജ്ജം കൊണ്ടാണ് അദ്ദേഹം അന്ന് കയറിയത്. ഇപ്പം അങ്ങോട്ട് കയറാൻ ഇറ്റ് ഇസ് ബാഡ്. അപ്പോൾ അവിടെ വർഷം 100 പേരെ കയറ്റുള്ളൂ. നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. 10,000 രൂപയാണ് ചാർജ്. ഇപ്പോൾ കൈലാസ് മാനസരോവരൊക്കെ പോകാനായിട്ട് ഹെൽത്ത് ഉള്ളവരെയൊക്കെ നോക്കിയിട്ടൊക്കെയാണല്ലോ പോകും. വലിയൊരു തീർത്ഥാടനമാണത്. വളരെ കുറച്ച് പേർക്കേ പോകാൻ പറ്റുള്ളൂ. ചൈനയിലാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിന് വേറൊരു ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത എക്സൈറ്റ്മെൻറ്റ് പൊന്നമ്പലമേട്ടിലേക്ക് കയറുക എന്നുള്ളതായിട്ട് മാറും. പക്ഷേ ആണ്ടിൽ 100 പേരെ കയറ്റുള്ളൂ, ആരോഗ്യമുള്ളവരെ കയറ്റുള്ളൂ. എന്നെപ്പോലെ അല്പപ്രാണി പോയി കഴിഞ്ഞാൽ പോടാ ശബരിമല പോലും കയറാൻ പറ്റാത്തതാണ്, അവനെ പൊന്നമ്പലമേട്ടിൽ കയറാൻ മാറ്റി നിർത്തും. യു ലോസ് ദ ചാൻസ്. അപ്പോൾ ഈ ചാൻസ് കുറവുള്ള സ്ഥലത്തിനാണ് ഏറ്റവും വലിയ ഒരു ദിവ്യത്വം ആൾക്കാർ കൽപ്പിക്കുന്നത്. അവിടെ പോകാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ദിസ് വാസ് മൈ ഐഡിയ ആൻഡ് ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കുക എന്നുള്ളത്. ഏതായാലും ദേവപ്രശ്നത്തിൽ അത് വേണ്ടാന്ന് വന്നിരിക്കുന്നു. ഇനി ഈ പറഞ്ഞ പോലെ അടുത്ത ഏതെങ്കിലും ദേവപ്രശ്നത്തിൽ വേണമെന്ന് വരുമായിരിക്കും നോക്കാം. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ശബരിമല. ചെറുവള്ളി എസ്റ്റേറ്റും ഈ എയർപോർട്ടും കേരളത്തിന് ആവശ്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈവൻ ആറന്മുളയിൽ നടന്നത് പോലും. എനിക്ക് പ്രിയപ്പെട്ട കുമ്മനം ആണ് ആ സമരം നയിച്ചത്, കാര്യമൊക്കെ ശരിയാണ്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് ദർ വാസ് നോ സഫിഷ്യൻറ്റ് മെറിറ്റ് ടു ക്യാൻസൽ ദാറ്റ് പ്രോജക്റ്റ്. ആറന്മുള എനിവേ ജോ ഹോ ഗയാ. അത് ഇനിയുള്ളതും ഇതുപോലെ തടസ്സത്തിൽപ്പെട്ട് കിടക്കാൻ പാടില്ല. അതിന് കാർന്നൂർ തന്നെ ഇടപെടേണ്ടി വരും. കാരണം കാർന്നൂർ ഇവനെ കുരുക്കിയിരിക്കുക ബിലീവേഴ്സ് ചർച്ചിനെ. ബിലീവേഴ്സ് ചർച്ചിൻ്റെ യോഹൻ വിചാരിച്ച് പുള്ളി പോയി മോദിയെ കണ്ടൊരു സെൽഫിയൊക്കെ എടുത്തിരുന്നു, ഫോട്ടോയ്ക്കൊക്കെ. അപ്പം പിന്നെ നമ്മുടെ കയ്യിലാണെന്ന് വിചാരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നോട്ടും പണ്ടാരവും ഒക്കെ കൂടെ അടിച്ചുകൊണ്ട് കാർന്നൂരം പോയി. അല്ല, ഇങ്ങനെ ചെന്നപ്പോഴാണ് കാരണം അവർ ഓർത്ത് ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് മറന്നിരിക്കുമായിരുന്നു. ഇല്ല, ഇത് സംഭവത്തിന് കാരണം കുമ്മനത്തിൻ്റെ പരാതി തന്നെയാണ്. അപ്പോൾ പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ടെന്ന് പാവം കുമ്മനത്തിന് അറിയില്ല. കുമ്മനം വിചാരിക്കുന്നത് രഹസ്യമാണെന്ന്. ഞാനിപ്പോൾ ആ രഹസ്യം പുറത്ത് പറയുകയാണ്. കുമ്മനം പരാതി കൊടുത്തതാണ്. ബട്ട് കുമ്മനം ആ പരാതി കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുമായിരുന്ന പ്രശ്നം ആലോചിച്ച് നോക്ക്. ഇവർ നേടിക്കൊണ്ട് പോകും ചിലപ്പോൾ, നമുക്ക് പറയാൻ പറ്റില്ല. കോടതിയിൽ നിയമം ചട്ടം ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു 11 വക്കീലന്മാരൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എല്ലാം സീനിയേഴ്സ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതി. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഈ ഹാഫ് ഹാർട്ടഡ് അപ്രോച്ച് കൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ തോറ്റു കൊടുത്തു. സുപ്രീം കോടതിയിൽ നാച്ചുറലി പോയി അവിടെയും തോറ്റു കൊടുത്തു. ഇതേ ചെയ്ത് കുത്തയാണ് വാദിച്ചത്. ഇപ്പോഴും ഞാൻ പറയുന്നത് കേരളത്തിലെ പൊതുപ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, if you can afford paying Sushila Bhatt, you can interfere in this case as a public interest litigant. And she will argue, because she is somewhere in Mangalore or Bangalore somewhere, I don't know. But അവർ വന്നു കഴിഞ്ഞാൽ അവർ ഈ കേസിൻ്റെ ത്രെഡ് ബെയർ ഇൻഫർമേഷൻ കയ്യിലുമാണ്. അന്ന് നമ്മുടെ TN പ്രതാപൻ പറഞ്ഞിരുന്നു, സുശീല ഭട്ടിനെ മാറ്റിയെങ്കിൽ സാരയില്ല, ഞാൻ സുശീല ഭട്ടിനെ തന്നെ വക്കീലായി നിർത്തിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പിന്നെ പ്രതാപൻ്റെ അഡ്രസ്സ് കണ്ടില്ല. പ്രതാപനല്ലേ ആള്. ഇറ്റ്സ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആർ പ്ലേയിങ്. ഏതായാലും ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെയും ശബരിമല വിമാനത്താവളത്തിൻ്റെയും കാര്യങ്ങൾ ഇത്രയും വിശദമായി ഒരുപക്ഷെ പ്രേക്ഷകരോട് പറയുന്നത് നമ്മളായിരിക്കും ആദ്യം. ആളുകൾ കാണട്ടെ, ചിന്തിക്കട്ടെ, ശരിയായ തീരുമാനം സർക്കാരിൻ്റെയും കോടതിയുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.